ലപ്പാൽമ നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ സ്പാനിഷ് സീരീസാണ്. മിനി സീരീസ് അല്ലെങ്കിൽ ലിമിറ്റഡ് സീരീസാണ്. 4 എപ്പിസോഡുള്ള ഒരു സീരീസ്. ഒരു ഡിസാസ്റ്ററൽ ജോണറിലൊക്കെ ഉണ്ട് അങ്ങനത്തെ നിൽക്കുന്ന ഒരു സാധനമാണ്. 4 എപ്പിസോഡ് പെട്ടെന്ന് സാധനം കഥ പറഞ്ഞു പോകുന്നു. ആ ഒരു നീറ്റായിട്ട്, അതായത് ആവശ്യമുള്ള കോണ്ടന്റ് മാത്രം എടുത്തിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. ഇതൊരു ഹാഫ് ഫിക്ഷണൽ ഹാഫ് റിയൽ സാധനമാണ്. ആക്ച്വലി ഈ ഒരു സ്റ്റോറിയിൽ പറയുന്ന പോലെ ഈ കാൻട്രി അല്ലെങ്കിൽ ലപ്പാൽമയിൽ ഇങ്ങനെ ഒരു ആക്റ്റീവ് വോൾക്കാനോ ഉണ്ട്. 2021 ചെറിയൊരു ലാൻഡ് സ്ലൈഡൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു റിസ്ക് എലമെൻ്റ് ഉള്ള പ്ലേസ് ആണ് അവിടെ എന്ന് പറയുന്നത്. അതായത് റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൽ നിന്ന് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ്. ആക്ച്വലി ഒരു നോർജിയൻ ഫാമിലി ഒരു വെക്കേഷന് വേണ്ടിയിട്ട് ഈ ലപ്പാൽമയിൽ വരുന്നു. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ അവിടെ ഈ ഒരു വോൾക്കാനോ ആക്റ്റീവ് ആകുന്നുണ്ട്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നുണ്ട് അവിടെ ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലാൻഡ് സ്ലൈഡ് വലിയ സുനാമിയിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പം അവിടെ ഒരു റിസർച്ചർ ഇതേപോലെ തന്നെ ഇത് കണ്ടുപിടിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളത്. അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇവരെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു. ഇത് ഭയങ്കര ഡിസ്റ്റൻ്റായിട്ട് ഇരിക്കുന്ന ഒരു ഐലൻഡാണ്. അവിടുത്തെ ആ ഒരു എയർപോർട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറൊരു ഐലൻഡിൽ പോകണം. ഇപ്പോൾ സുനാമി വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഐലൻഡും മൊത്തത്തിൽ പോകും. കുറേയധികം രാജ്യങ്ങളിൽ ഈ ഒരു സുനാമി അറിയാമല്ലോ സുനാമി എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു സാധനം തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഇവരെങ്ങനെ ഈ ഒരു സുനാമിയിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കുറച്ച് ഫിക്ഷണൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നീറ്റ് ഡിസാസ്റ്ററൽ സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 4 എപ്പിസോഡ് ഉണ്ടായതുകൊണ്ട് നമ്മളെ ബോറടിപ്പിക്കല്ല. നമ്മളിങ്ങനെ കാത്തിരുന്ന് സാധനമൊന്നുമില്ല. പെട്ടപ്പെട്ടാണ് കഥ പറഞ്ഞു പോകുന്നു. പിന്നെ സുനാമി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വലുതായിട്ട് കാണിക്കുന്നില്ല. ആ ഒരു സുനാമി വരുന്നത് വരെ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ചെയ്യുന്നത് വരെയുള്ളതാണ് കഥ. ആക്ച്വലി ഒരു ഫാമിലിയെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഫാമിലിയാണ്. ഇപ്പം നമ്മൾ സാധാരണ ഡിസാസ്റ്റർ സിനിമകളൊക്കെ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സീരീസൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ ഒരു ഡിസാസ്റ്ററിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു ഫാമിലിയുടെ പ്രശ്നങ്ങൾ, ഈ ഒരു ഫാമിലി റീയൂണൈറ്റ് ചെയ്യുക എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഇവർ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു പോകുന്നത്. അങ്ങനെ കുറേയധികം ഇവൻറ്റ്സൊക്കെ കാണിച്ച് 4 എപ്പിസോഡിൽ കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഇവൻറ്റ്സൊക്കെ കാണിച്ച് നീറ്റായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു 40 to 45 മിനിറ്റൊക്കെയാണ് ഓരോ എപ്പിസോഡിൻ്റെ റൺ ടൈം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഇതിൽ മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങൾ, അതാണ് സുനാമിയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് ചെയ്തിട്ടുണ്ട്. 4 എപ്പിസോഡ് എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സ് ഏറ്റവും കുറവ് സീരീസുകൾ എടുത്തിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ 4 എപ്പിസോഡ് 5 മിനി സീരീസുകൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് 6-7 എപ്പിസോഡെങ്കിലും വേണം നെറ്റ്ഫ്ലിക്സിന്. പക്ഷേ ഇത് 4 എപ്പിസോഡിൽ അവർ തീർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. നല്ല റേറ്റിംഗ് ഉള്ള സീരീസ് തന്നെയാണ്. കണ്ടിരിക്കാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് നമുക്ക് എന്ത് സംഭവിക്കും അടുത്ത്, എങ്ങനെ ഇത് രക്ഷപ്പെടും, ഇത് എന്തായാലും ഇത് ലാൻഡ് സ്ലൈഡ് ആകുമോ എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു നീറ്റ് നിങ്ങൾക്ക് ഡിസാസ്റ്റർ സിനിമകളും സീരീസും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സാധനമാണ്. ഒരു നീറ്റ് സാധനമാണ്. നിങ്ങൾക്ക് ബോറടിക്കാതെ കാണാൻ പറ്റുന്ന 4 എപ്പിസോഡുകളായിരിക്കും ലപ്പാൽമ എന്നുള്ളത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഒപ്പീനിയൻസ് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒപ്പീനിയൻസ് കമൻറ്റായിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.